ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, SKSSFന്റെ 2020-2021 വർഷത്തെ കമ്മിറ്റിയുടെ ഏറ്റവും അവസാനത്തെ കൗൺസിൽ ക്യാമ്പിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 2020 ഫെബ്രുവരി 6-ന് ഈ കമ്മിറ്റി നിലയിൽ വന്നതിന് ശേഷം ഇന്ന് അതിന്റെ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ 2 വർഷങ്ങൾ നമുക്ക് നല്ല രൂപത്തിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ മേഖല പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ മദനി, ജംഷീർ അഫ്സരി, നമ്മുടെ മേഖലാ രൂപീകരണത്തിന് മേൽനോട്ടം വഹിക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനും ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ നേതാക്കളായിട്ടുള്ള അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. നമുക്കറിയാം, വളരെ ആത്മാഭിമാനത്തോടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സത്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. നമുക്ക് ആരുമായും രാജിയാകേണ്ടതില്ല. നമ്മുടെ ഇഷ്ടത്തിലോ നമ്മുടെ ആദർശത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനത്തിലോ നമുക്കൊന്നും ആരും മുന്നിലും നമുക്ക് രാജിയാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ ചെലവഴിച്ച സമയവും ഇനി ചെലവഴിക്കാൻ പോകുന്ന സമയവും തീർച്ചയാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ മഹാനായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധമായ ദീന് പ്രബോധനത്തിന് വന്നപ്പോ, ഇതിന്റെ പ്രചാരകനായി കൊണ്ടുവന്നപ്പോ, ഈ വിശുദ്ധമായ ദീന് മതം എന്ന് പറയുന്നത് അത് വലറുൽ ഇലാഹി എന്നാണ്. നമുക്കറിയാം, ഇലാഹിയായ റബ്ബ് സ്ഥാപിച്ച ഈ വിശുദ്ധമായ മതത്തിന്റെ പ്രബോധകനായി പ്രചാരകനായി കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ തങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. 2 മാസത്തെ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. റിനൈസൻസ് ഡെവലപ്മെന്റ് ക്യാമ്പയിൻ 2021 ഏപ്രിൽ 1 ടു മെയ് 31. ഏപ്രിൽ മെയ് മാസത്തിലെ വെക്കേഷൻ 2021 ദീനീ പ്രവർത്തനങ്ങൾക്ക്, ഭൗതിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഉന്നതരായിട്ടുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള ഒരു സംഘം ആളുകൾക്കുള്ള നേതൃത്വമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ പ്രദേശങ്ങളിലെ ദീനീ പ്രവർത്തനവും ഭൗതിക പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുകയും വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് അന്യന്റെ, അതാരായാലും ശരി, ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരു നിമിഷം ചെലവഴിക്കുന്നവർക്ക് മാസങ്ങളോളം എഴുതികാത്തിരിക്കുന്നതിന്റെ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല. നമ്മളൊക്കെ ചെയ്യുന്നത് എത്രയോ വലിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന വലിയ കാര്യത്തെ കുറിച്ച് നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളൊരു സംഘടനാ പ്രവർത്തനം എന്നത് മാത്രമല്ല ലക്ഷ്യം വെക്കേണ്ടത്. ആഖിറത്തേക്കുള്ള ഒരു വലിയ അധ്വാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനം എന്ത് ഫലം കാണുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സംഘടന എനിക്ക് എന്ത് തരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതേ ഇല്ല. ഈ സംഘടനക്ക്
ഈ സമൂഹത്തിന്, സമുദായത്തിന് ഞാൻ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു സമുദായത്തിന് എല്ലാ ഭാഗത്തു നിന്നും സഹായിക്കാനും എല്ലാ ഭാഗത്തും സപ്പോർട്ട് ചെയ്യാനും ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുകയും ഈ സമുദായത്തിൽ അവശത അനുഭവിക്കുന്ന, വ്യത്യസ്ത മേഖലകളിൽ അവശത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തില് സത്താർക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ വെച്ച്. പക്ഷെ ഇനി ചെയ്യാനുള്ളത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മേഖലയിലാണ് നമുക്ക് കൈവെക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്യാമ്പസുകൾ, പുതിയ തലമുറ, അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന സഹചാരി പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്ന നമ്മുടെ വോളണ്ടിയേഴ്സ് എന്ന നിലക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അതേപോലെ നമ്മൾ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഇബാദത്ത് പോലുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റവും പരമപ്രധാനമാണ്. പക്ഷേ ക്യാമ്പസുകളെ ഫോക്കസ് ചെയ്യാതെ ഇനി മുന്നോട്ട് പോയാൽ നമുക്കൊന്നും നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.